പത്തനംതിട്ടയിൽ UDF പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. ആന്റണി MP ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇക്കുറി എങ്ങനെയാണ് UDFന്റെ ഒരു വിജയസാധ്യത എങ്ങനെ അങ്ങ് കാണുന്നു? ഇത്തവണ കേരളത്തിൽ 20 സീറ്റും UDF നേടും എന്നുള്ളതാണ് UDFന്റെ ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്രമാത്രം UDFന് അനുകൂലമാണ്. ഇപ്പോൾ അങ്ങയോടൊപ്പം DCC പ്രസിഡന്റുണ്ട്, മറ്റ് DCC ഭാരവാഹികൾ എല്ലാം ഉണ്ട്. മുൻ ആറന്മുള MLA മാലയത്ത് സരളാദേവിയുണ്ട്. എന്താണ് UDF ഒറ്റക്കെട്ട് തന്നെയാണോ ഇക്കുറി? 100% UDF ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് UDFന്റെ വോട്ട് പോകുമെന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അദ്ദേഹത്തിന് NDAയുടെ വോട്ട് പോലും കിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ധാരാളം NDAയുടെ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ അസംതൃപ്തരും അസ്വസ്ഥരുമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കും പ്രചരണം ഊർജിതമായിട്ട് തന്നെ നടത്തുകയാണ്. മണ്ഡലങ്ങളെല്ലാം തന്നെ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കിഫ്ബി വിഷയം മുൻനിർത്തിയാണ് LDFന്റെ പ്രചരണം ഇക്കുറി. അതിനെ UDF എങ്ങനെയാണ് കാണുന്നത്? അതുതന്നെയാണ് ഞങ്ങൾ ഉയർത്താൻ പോകുന്നത്. കാരണം കേരളത്തെ കടക്കണിയിലാക്കി കേരളത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടാത്തതും ശമ്പളം കിട്ടാത്തതും കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടാത്തതും ആശുപത്രി മരുന്നില്ലാത്തതും ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ദുരന്തത്തിന്റെയും കാരണം കേരളം 60 വർഷം വാങ്ങിക്കൂട്ടിയതിനേക്കാൾ 3 ഇരട്ടി പണം കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ പേരിൽ വായ്പയെടുത്ത ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ നടപടികളാണ് എന്നുള്ളത് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ എല്ലാ യഥാർത്ഥത്തിലുള്ള സൃഷ്ടി അദ്ദേഹമാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ 3 തവണയും UDF വിജയിച്ചു. കഴിഞ്ഞ തവണ 40,000-ന് മുകളിൽ ഭൂരിപക്ഷം അങ്ങേക്കുണ്ടായിരുന്നു. ഇക്കുറി എത്ര ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഇല്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ UDFന് കൃത്യമായ മേൽക്കൈയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം നമ്മൾ വിജയിക്കും. തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്? വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇത്തവണ കോൺഗ്രസും പോഷക സംഘടനകളും എല്ലാവരും വളരെ ആവേശത്തോടെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ UDF ഒറ്റക്കെട്ടാണ് എന്നാണ് ആന്റണി MPയും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ മറ്റ് ഭാരവാഹികൾ എല്ലാവരും പറയുന്നത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉറപ്പാണെന്നും UDF അവകാശപ്പെടുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.